അവൻ എപ്പോഴും സംസാരിക്കണം, ഇന്റർവ്യൂവിന് സംസാരിക്കണം, കോളേജ് വിടുമ്പോൾ സംസാരിക്കണം. എടി, ഒന്നെങ്കിൽ നീ അവനോട് പറ നമ്മൾ തമ്മിൽ റിലേഷൻഷിപ്പിലാണെന്ന്, അല്ലെങ്കിൽ നീ അവനോട് ഒരു നോ പറ. അല്ലാതെ അവൻ സംസാരിക്കാൻ വിളിക്കുമ്പോൾ മൊത്തം നീ പോകുമ്പോൾ അവൻ്റെ ഉള്ളിലൊരു ഹോപ്പാ വരുന്നത്. എടാ, എനിക്ക് വലിയ ഇൻട്രസ്റ്റ് ഒന്നും ഇല്ല. ഞാൻ വിചാരിച്ചു അവൻ കമ്പനി വേണ്ടിട്ട് വരികയെന്ന്. അപ്പോൾ അവൻ കയറി പ്രപ്പോസ് ചെയ്യുന്ന ഞാൻ അറിഞ്ഞു. എടി, ഞാൻ നിന്നെ വിഷമിപ്പിക്കാൻ വേണ്ടി പറഞ്ഞതല്ല. നമ്മൾ റിലേഷൻഷിപ്പിലാണെന്ന് പോലും കോളേജിൽ പാതി പേർക്ക് അറിയില്ല. അത് നീ കാരണം തന്നെയാ. എന്നിട്ട് നിങ്ങൾ തമ്മിൽ റിലേഷൻഷിപ്പിലാണോ എന്ന് പലരും എന്നോടാ വന്ന് ചോദിക്കുന്നത്. എനിക്ക് അതൊന്നും ഒട്ടും ഇഷ്ടമുള്ള കാര്യമല്ല. എനിക്കെന്നല്ല, ലോകത്തൊരാണിനും അത് ഇഷ്ടപ്പെടില്ല. ശരി, ലാസ്റ്റായിട്ട് ഒരു 15 മിനിറ്റ് ചെല്ലുക, താല്പര്യമില്ലെന്ന് പറയാ, വരിക. പിന്നെ ഇഷ്ടമല്ലെന്ന് പറയുമ്പോൾ അവനെ ഹേർട്ട് ചെയ്യാതെ പറയണം. വാ, ഞാൻ കൊണ്ടാക്കാം. എടി, ഒരു 15 മിനിറ്റ്, അധികം സമയം എടുക്കരുത് കേട്ടോ. ചേട്ടാ, ഒരു ചായ. എന്താണ് വർഷേ, കോളേജ് കഴിഞ്ഞിട്ട് ഇത്ര നേരമായിട്ട് വീട്ടിൽ പോയില്ലേ? ഇവിടെ കാണുമോ ജേനെ? അല്ല, ചാണ്ടിയുടെ അപ്പുറത്തുണ്ട്, അവർ സംസാരിച്ചോണ്ടിരിക്കുക. നീ ചാണ്ടി റിലേഷൻഷിപ്പിലാ? കോളേജിൽ എല്ലാവരും ചോദിച്ചു തുടങ്ങി നമ്മൾ റിലേഷനിലാണോ എന്ന്. നീ പറഞ്ഞോണ്ടാ. എന്നാ എല്ലാവരോടും പറയാൻ സമ്മതിക്കുന്ന നീ? എടാ, പക്ഷെ നമുക്കിത് ആരോടും പറയണ്ട. പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഇങ്ങനെ ചോദിച്ചുകൊണ്ടേയിരിക്കും. പിന്നെ അത് മാത്രല്ല, കീപ് ഇറ്റ് പ്രൈവറ്റ് ആൻഡ് എക്സ്പെരിമെന്റ് ആണല്ലോ. അല്ല, ഞാനും ചാണ്ടിയും ചെറുപ്പം തൊട്ടേ ചൈൽഡ്ഹുഡ് ഫ്രണ്ട്സാ. ഓക്കെ. അല്ല, അരുണും ചാണ്ടി തമ്മിൽ റിലേഷൻഷിപ്പിലാണെന്ന് കോളേജിൽ പരക്കൊരു സംസാരമുണ്ട്, അതുകൊണ്ട് വെച്ചാൽ. എന്നാ ഞാൻ ചെല്ലട്ടെ, അവളോട് വെയിറ്റ് ചെയ്യുന്നുണ്ടോ? നിനക്ക് അവനോട് പറഞ്ഞൂടെ നമ്മൾ കമ്മിറ്റഡ് ആണെന്ന്? ഈ നാളെ വല്ല വന്നിട്ട് അവൻ നിന്നെ പ്രപ്പോസ് ചെയ്ത അവൻ വിചാരിക്കത്തില്ലേ നമ്മൾ അവനിൽ നിന്നെല്ലാം മറച്ചു വെച്ചാന്ന്? എടാ, ഞങ്ങള് ബെസ്റ്റ് ഫ്രണ്ട്സാ, പക്ഷെ ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഷെയർ ചെയ്യാറില്ല. പിന്നെ അത് മാത്രല്ല, കീപ് ഇറ്റ് പ്രൈവറ്റ് ആൻഡ് എക്സ്പെരിമെന്റ് ആണല്ലോ. പിന്നെ നീ അവനോട് പറയുമ്പോഴത്തേക്കിന് അവനെ ഹേർട്ട് ചെയ്യാൻ നോക്കണം കേട്ടോ. ഒരു പാവമായി.